നമസ്കാരം. അംശുംബിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മഹാരാഷ്ട്രയിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി എല്ലാ ശനിയാഴ്ച വൈകിട്ട് 4:30 കൈരളി ന്യൂസിൽ. പ്രധാന വാർത്തകൾ. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Amritveni Hair Elixir for Women. Azia Builders, building beyond blue. മഹാരാഷ്ട്രയുടെ സംസ്കാരവും പാരമ്പര്യവും ആവേശത്തോടെ ആഘോഷമാക്കി ഗുഡിപദവ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടന്ന ശോഭയാത്രയിൽ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്, ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ തുടങ്ങി നിരവധി പ്രമുഖരുടെ സാന്നിധ്യം ആഘോഷങ്ങൾക്ക് കൂടുതൽ നിറം പകർന്നു. മഹാരാഷ്ട്രയുടെ പുതുവത്സരാഘോഷമായ ഗുഡിപാഡ്വ സംസ്ഥാനത്തുടനീളം വലിയ ആവേശത്തോടെ നടന്നു. നാഗ്പൂരിലെ ശോഭയാത്രയിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് സംസ്ഥാനത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും കാത്തു സംരക്ഷിക്കുമെന്ന് പറഞ്ഞു. പരമ്പരാഗത ശൈലിയിൽ താളമേളങ്ങളുടെ നൂറുകണക്കിന് ആളുകൾ ചടങ്ങിന്റെ ഭാഗമായി. വിവിധ ഭാഗങ്ങളിലായി നടന്ന ആഘോഷ പരിപാടികളിൽ ആയിരങ്ങൾ പങ്കാളികളായി. താനയിലും വർണ്ണശബളമായ ശോഭയാത്ര നടന്നു. താനയിൽ നടന്ന ശോഭയാത്രയിൽ ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ പങ്കെടുത്തു. കേരളീയ വാദ്യഘോഷങ്ങളും തെയ്യവും അംഗംപടിയായ ശോഭയാത്രയിൽ വൈവിധ്യങ്ങളായ കലാരൂപങ്ങളും കൗതുക കാഴ്ചയായി. ജനങ്ങൾ വീടുകളിൽ ഗുഡി ഉയർത്തി ആഘോഷത്തിൽ പങ്കാളികളായി. ഭാഗ്യവും സമൃദ്ധിയും നൽകുന്ന പ്രതീകമായി ഗുഡി കണക്കാക്കപ്പെടുന്നു. പുതിയ വിളവെടുപ്പുകാലത്തിന്റെ തുടക്കത്തെയും സൂചിപ്പിക്കുന്ന ഗുഡിപഡവ കർഷകർക്ക് പ്രത്യേക പ്രാധാന്യമുള്ള ഉത്സവമാണ്. പാരമ്പര്യവും പ്രത്യാശയും ചേർന്ന മഹാരാഷ്ട്രയിലെ ഗുഡിപഡവ ആഘോഷം പുതിയ തുടക്കങ്ങൾക്ക് വഴിയൊരുക്കുന്നു. സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും റമദാൻ വ്രതകാലത്തിന് വിട. ചെറിയ പെരുന്നാൾ ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് മുംബൈയിലെ വിശ്വാസികളും. അതേസമയം പാചക പ്രതിസന്ധി പെരുന്നാൾ ആഘോഷങ്ങളെയും ബാധിക്കും. മുംബൈയിലെ റമദാൻ, പ്രത്യേകിച്ച് മുഹമ്മദ് അലി റോഡ്, മിനാര മസ്ജിദ്, ബോറി മൊഹല്ല, ധാരാവി എന്നിവിടങ്ങളിലെ രാത്രികൾ സജീവമായ ഇഫ്താർ വിരുന്നുകളിലും ഭക്ഷണ വിഭവങ്ങളാലും ശ്രദ്ധേയമാണ്. രാത്രി വൈകുവോളം തെരുവുകളിൽ തിരക്കും ലൈറ്റുകളും ഭക്ഷണപ്രേമികളുടെ ഒഴുക്കും കാണാം. This place that you've come is even older than that, but nobody advertises this place. So now over here people have also upped the game because we started to up our game at Shabbir Tawakkal. We decided to up our game a lot. So if you see the decoration, you see the vibe, you see the actors coming, so it suddenly got more pumped up. രാത്രി യാത്രകളും ഭക്ഷണാസ്വാദനവും ആഗ്രഹിക്കുന്നവർക്ക് അവിസ്മരണീയമായ അനുഭവമാണ് മുംബൈയിലെ റമദാൻ കാലം. റമദാൻ മാസത്തിലെ പകലുകളിൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചവർ ഈദ് ദിനത്തിൽ വിഭവങ്ങൾ ഒരുക്കി ഒത്തുകൂടും. അതേസമയം പാചക പ്രതിസന്ധി പെരുന്നാൾ ആഘോഷത്തെയും ബാധിച്ചേക്കും. बहुत तकलीफ है सर, गैस के लिए बहुत तकलीफ है. हम लोग पैसे भी करके लकड़ी पिड़ी जला के अपना गुजारा कर रहे हैं. വഴിയോര കച്ചവടക്കാരാണ് ഏറെ ബുദ്ധിമുട്ടിലായത്. കരിഞ്ചന്തയെ ആശ്രയിച്ചാണ് പലരും കച്ചവടം തുടരുന്നത്. വിപണിയിൽ ഏറ്റവും അധികം കച്ചവടം നടക്കുന്ന സീസണുകളിലൊന്നായ ചെറിയ പെരുന്നാൾ വേളയിൽ ഹോട്ടലുകളിൽ ഭൂരിഭാഗവും ഇക്കുറി അടച്ചിട്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പ്രതിഫലനം മുംബൈയിലെ ചില്ലറ വിപണിയോടൊപ്പം മൊത്ത വിപണിയെയും തകിടം മറിച്ചു. ആയിരക്കണക്കിന് ടൺ പഴങ്ങളും പച്ചക്കറികളും കയറ്റുമതി ചെയ്യാനാകാതെ കെട്ടിക്കിടക്കുകയാണ്. ആവശ്യക്കാർ കുറഞ്ഞ സാഹചര്യത്തിൽ വില കുത്തനെ ഇടിഞ്ഞതോടെ ദുരിതത്തിലായത് കർഷകരാണ്. അതേസമയം മുംബൈയിലും പരിസര പ്രദേശങ്ങളിലുമായി നിരവധി ഹോട്ടലുകൾ അടച്ചുപൂട്ടിയത് പച്ചക്കറി വ്യാപാരികൾക്കും തിരിച്ചടിയായി. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആയിരക്കണക്കിന് ടൺ പഴം, പച്ചക്കറി സാധനങ്ങൾ കയറ്റുമതി ചെയ്യാനാകാതെ മൊത്ത വിപണികളിൽ കെട്ടിക്കിടക്കുകയാണ്. കയറ്റുമതിയിൽ തിരിച്ചടി കൂടാതെ കാർഷിക വിളകൾക്ക് വില കുറഞ്ഞതും കർഷകർക്ക് തിരിച്ചടിയായി. മുംബൈയിലും പ്രാന്തപ്രദേശങ്ങളിലുമായി ഭൂരിഭാഗം ഹോട്ടലുകളും അടച്ചുപൂട്ടിയതും ചെറുകിട വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കി. गैस खत्म हो रहा है, नया गैस नहीं आ रहा है, बहुत मुश्किल झेल रहे हैं सब लोग. गैस नहीं है बोलेगा तो सब हम लोग को सब भी मतलब देखना पड़ रहा है. अभी हम लोग का पूरा मतलब बोलेगा तो यहाँ से यहाँ तक पूरा लॉस हो रहा है. ഏറെ ദുരിതത്തിലായത് പച്ചക്കറി വിപണിയാണ്. അടുക്കളയിൽ നിന്നും വിപണിയിലേക്കും യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ വ്യാപിച്ചിട്ടും സർക്കാർ നടപടികൾ പ്രസ്താവനയിൽ മാത്രം ഒതുങ്ങിയതും ചെറുകിട കച്ചവടക്കാരെ വിഷമത്തിലാക്കി. केंद्र सरकारने, गॅस कंपन्यांनी, सचिवांनी
स्पष्टपणे सांगितलेलं आहे घरगुती गॅसचं कुठेही संकट नाही. വിൽപ്പന കുറഞ്ഞതോടെ കച്ചവടക്കാർ പച്ചക്കറികൾ എടുക്കാതെയായി. आता हॉटेलमध्ये आमचा माल सप्लाय होत नसल्यामुळे आमच्या धंद्याला लॉस होऊन चाललं जरा. कारण सिलेंडर भेटत नाही, लोकांना पब्लिकला जेवायला खावायला भेटत नाही. हॉटेलमध्ये खाणारे माणसं त्या लोकांना जेवण भेटलं म्हणजे ते आमचा धंदा चांगला होतो. त्याच्यामुळे आमचा धंदा लॉस झालेला आहे. ഹോട്ടലുകൾ അടച്ചതാണ് ഇവർക്കെല്ലാം വലിയ തിരിച്ചടിയായത്. होटल लाइन बंद हो रहा है, सब धंधे पे काफी फर्क पड़ रहा है, भाजी बिल्कुल नहीं चल रहा है, काफी परेशानी है अभी. होटल का जो सप्लाई था वो बंद हो चुके हैं. अभी अपना जो रिटेल का धंधा होता है वही थोड़ा बहुत होता है बस. ആവശ്യക്കാർ കുറഞ്ഞതോടെ വില കുറച്ച് വിറ്റാണ് പലരും നഷ്ടമൊഴിവാക്കാൻ ശ്രമിക്കുന്നത്. നോമ്പിന്റെ നന്മ പങ്കിട്ട് കെയർ ഫോർ മുംബൈ വീണ്ടും മാതൃകയായി. മുംബൈയിലെ ചേരി പ്രദേശങ്ങളിൽ നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസമായി റമദാൻ കിറ്റുകൾ വിതരണം ചെയ്തു. മുംബൈയിലെ അതിശക്തമായ ചൂടും ആഗോള പ്രതിസന്ധികളും ജനജീവിതത്തെ ബാധിക്കുന്ന ഈ സാഹചര്യത്തിൽ കരുതലിന് തണലായി മാറുകയാണ് കെയർ ഫോർ മുംബൈ. അന്തേരി സാഖ്യനാഗയിലെ കർണാടി റോഡിലെ ചേരി പ്രദേശങ്ങളിലാണ് റമദാൻ കിറ്റുകൾ വിതരണം ചെയ്തത്. നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ഇതിലൂടെ വലിയൊരു ആശ്വാസമാണ് ലഭിച്ചത്. ദൈനംദിന ജീവിതം തന്നെ പോരാട്ടമാക്കിയ നിരവധി നിരാലംബർക്കും താഴ്ന്ന വരുമാനക്കാർക്കും നോമ്പ് മാസത്തിൽ ഈ സഹായം വലിയൊരു പിന്തുണയായി മാറി. बहुत बहुत शुक्रिया अदा करते हैं केयर फॉर मुंबई का. हर साल ये रमजान का किट बना के गरीब लोगों में डिस्ट्रीब्यूट करते और हम लोग एक जरिया बनते हैं कि जो गरीब हमारे इलाके में रहते, हमारा क्या है बैकवर्ड स्लम एरिया है, तो हम लोग कोशिश करते हैं जिनको जरूरत है उनको ये किट दिया जाए. मतलब बहुत 2-3 साल से कंटिन्यूसली कर रहा हूँ. अभी आगे भी बढ़ते, जैसे भाई साहब ने बोला कि थोड़ा क्वांटिटी इंक्रीज करके लाएगा नेक्स्ट ईयर से. പ്രദേശത്തെ സാമൂഹ്യ പ്രവർത്തകരുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെ യഥാർത്ഥ അർഹതയുള്ളവരെ കണ്ടെത്തിയാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. റമദാനിന്റെ ആത്മാവായ പങ്കിടലും കരുണയും ഉയർത്തിപ്പിടിക്കുന്ന ഈ പ്രവർത്തനം സമൂഹത്തിൽ പ്രതീക്ഷയുടെ ഒരു പ്രകാശമായി മാറുകയാണ്. हर साल वो रमजान के टाइम पे सभी धर्म के लोगों के लिए वो किट बेचते हैं. എല്ലാ വർഷത്തെ പോലെ ഇപ്രാവശ്യവും ഭംഗിയായി നിറവേറ്റതും അതിലെ പല ഘടകങ്ങൾ ഇതിനകത്ത് അതിന് പ്രത്യേക താങ്ക്സ് ഇവരോട്. ഇവര് പല സ്ഥലങ്ങളും ചോയ്സ് ചെയ്യുന്നത് ആക്ച്വൽ യൂസർ ആരാണോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു കിറ്റ് ഒരു കുടുംബത്തിന്റെ ഭക്ഷണം മാത്രമല്ല, മനുഷ്യ സ്നേഹത്തിന്റെ ഒരു സ്പർശം കൂടിയാണ്. മുംബൈയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങാകാൻ വേൾഡ് മലയാളി കൗൺസിൽ സംഘടിപ്പിക്കുന്ന ഗോൾഡൻ ഹേർട്സ് ഫിലിം അവാർഡ് നിശയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. സിനിമാ താരങ്ങളുടെ സാന്നിധ്യവും സംഗീത ഹാസ്യവിരുന്നുമായ മെഗാ ചാരിറ്റി ഷോ മാർച്ച് 22-ന് ഷൺമുഖാനന്ദ ഹാളിൽ അരങ്ങേറും. മികച്ച പ്രതികരണമെന്ന് സംഘാടകർ. സിനിമയുടെ മാന്ത്രികതയും സേവനത്തിന്റെ മാതൃകയും ഒത്തുചേർന്ന താരസായാഹ്നത്തിന് മുംബൈ വേദിയാകുന്നു. സന്നദ്ധ സംഘടനയായ വേൾഡ് മലയാളി കൗൺസിൽ മുംബൈ പ്രൊവിൻസ് ഒരുക്കുന്ന താരവിരുന്ന് മാർച്ച് 22 ഞായറാഴ്ച ഷൺമുഖാനന്ദ ഹാളിൽ അരങ്ങേറും. മലയാള സിനിമയിലെ പ്രമുഖരുടെ നീണ്ട നിര തന്നെ താരനിശയിൽ പങ്കെടുക്കും. WMC ചാരിറ്റി പ്രോഗ്രാമായ ഗോൾ ഹാർട്ട് ബീറ്റ്സ് ഞായറാഴ്ച ഷൺമുഖാനന്ദ ഹാളിൽ നടക്കുകയാണ്. കേരളത്തിലെ പ്രമുഖ ചലച്ചിത്രകാരന്മാരും നാദൃഷയുടെ പ്രോഗ്രാമുമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിനകം 300-ലധികം കുട്ടികളുടെ ഹൃദയ ശസ്ത്രക്രിയ നടത്തിയും 700-ലധികം കുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ നൽകിയും നിരവധി പേർക്ക് വൈദ്യസഹായം എത്തിച്ചും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാതൃകയാണ് WMC മുംബൈ. അർഹരായവർക്ക് ഒരു ലൈഫ് ലൈൻ ഒരുക്കുന്നതിനായി നടത്തുന്ന ചാരിറ്റി ഷോയാണിതെന്ന് പ്രസിഡന്റ് KK നമ്പ്യാർ പറഞ്ഞു. ഇതിൽ ഫണ്ട് റൈസിംഗ് നമ്മുടെ ചാരിറ്റിക്ക് വേണ്ടിയുള്ള ഒരു ഫണ്ട് റൈസിംഗ് പ്രോഗ്രാമാണ്. ആൻഡ് 100% ചാരിറ്റി മീൻസ് ദർ ഈസ് നത്തിങ് ദാറ്റ് വാട്ട് എവർ ദ മണി ഈസ് കമ്മിങ് വിൽ ബി നമ്മൾ പിന്നെ ആവശ്യമുള്ള സ്കോളർഷിപ്പിനായാലും ശരി മെഡിക്കൽ ഹെൽപ്പിനായാലും ശരി എല്ലാത്തിനും ഞങ്ങൾ സഹായം ചെയ്യുന്നതായിരിക്കും. ഈ പരിപാടിയിൽ നിന്നുള്ള വരുമാനം ജീവൻ രക്ഷിക്കുന്ന മെഡിക്കൽ നടപടിക്രമങ്ങൾക്ക് നേരിട്ട് ധനസഹായം നൽകാനും പിന്നോക്കം നിൽക്കുന്നവർക്ക് നിർണായക പിന്തുണ നൽകുവാനും അർഹരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ നൽകുവാനും ഉപയോഗിക്കുന്നതാണെന്നും സംഘാടകർ വ്യക്തമാക്കി. നാദിഷയും സംഘവും അവതരിപ്പിക്കുന്ന മനോഹരമായ സംഗീത പരിപാടിയാണ് പ്രത്യേക ആകർഷണം. മുംബൈയിൽ മലയാളി സാംസ്കാരിക പാരമ്പര്യമായ അക്ഷരശ്ലോകത്തെ പുതുതലമുറയിലേക്ക് എത്തിക്കുന്ന ശ്രമങ്ങൾ ശ്രദ്ധേയമാകുന്നു. ബോംബെ കേരളീയ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന വാർഷിക അക്ഷരശ്ലോക സദസ്സും മത്സരവും ഇത്തവണ മറ്റൊരു പ്രത്യേകത കൊണ്ടും ശ്രദ്ധ നേടി. മറാഠി കവിയുടെ സാന്നിധ്യവും പങ്കാളിത്തവുമാണ് പരിപാടിയെ വ്യത്യസ്തമാക്കിയത്. ബോംബെ കേരളീയ സമാജത്തിന്റെ വാർഷിക പരിപാടിയായ അക്ഷരശ്ലോക സദസ്സും മത്സരവും സമാജത്തിന്റെ കേരള ഭവനിൽ നടന്നു. മുതിർന്നവരും കുട്ടികളും ഉൾപ്പെടെ നിരവധി മത്സരാർത്ഥികൾ പങ്കെടുത്ത സദസ്സിൽ അക്ഷരശ്ലോകത്തിന്റെ പാരമ്പര്യവും സാഹിത്യ സമ്പത്തും വീണ്ടും സജീവമായി. ശാന്താകാരം ഭുജഗശയനം പദ്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം. മുംബൈയിൽ ജനിച്ചുവളർന്ന കുട്ടികളുടെ പങ്കാളിത്തം അക്ഷരശ്ലോക സദസ്സിനെ ആവേശത്തിലാക്കി. ശരണ്യ കൃഷ്ണകുമാറിന്റെ ശിക്ഷണത്തിൽ അക്ഷരശ്ലോകം അഭ്യസിക്കുന്ന 10 കുട്ടികളും ഇത്തവണ സദസ്സിൽ പങ്കെടുത്തു.
പുതുതലമുറയിലെ പങ്കാളിത്തം പരിപാടിക്ക് കൂടുതൽ ഉത്സാഹം നൽകി. മുംബൈയിലെ മുതിർന്ന അക്ഷശ്ലോകാചാര്യനായ നാരായണൻകുട്ടി വാര്യരെ പൊന്നാടയും ഫലകവും നൽകി ആദരിച്ചു. മത്സരാർത്ഥികളെയും ശ്രോതാക്കളെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ച അദ്ദേഹം അശ്വശ്ലോകം പോലുള്ള പാരമ്പര്യ കലാരൂപങ്ങൾ പുതുതലമുറയിൽ നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞു. മലയാളി പാരമ്പര്യവും സാഹിത്യ സമ്പത്തും പുതിയ തലമുറയിലേക്ക് കൈമാറുന്ന വേദിയായി ബോംബെ കേരളീയ സമാജത്തിന്റെ അക്ഷശ്ലോക സദസ്സ് വീണ്ടും ശ്രദ്ധ നേടി. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം കാണാം മുംബൈയിലെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും. കൃഷി നമ്മുടെ നാട്ടിൽ ആർക്കും ആവശ്യമില്ലാതായിരിക്കുകയാണ്. ഭാവിയിൽ നമ്മുടെ നാട്ടിലെ കൃഷി എന്താവും എന്ന് വെച്ചാൽ കുറേ കോൺക്രീറ്റ് ജംഗിളായി മാറും. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്യൂറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. ഓരോ കല്ലിലും സ്വപ്നത്തിന്റെ സ്പന്ദനം, രൂപരേഖയിൽ വിശ്വാസത്തിന്റെ മിനുക്ക്. കാലം കടന്നാലും മങ്ങാത്ത ചാരുത, മനസ്സിൽ പതിയുന്ന വിശ്വാസം. Azure Builders, building beyond blue. മോളെ പോയി കുളിച്ചിട്ട് വാ. അമ്മേ, എന്റെ നെക്ടർ ജൂനിയർ തീർന്നു പോയി. നീ ഇത് പതച്ച് കളിക്ക. ഇന്ന് ആദ്യയുടെ ബോട്ടിൽ നിന്ന് എടുത്തോ. ഇല്ല, ഞാൻ തരൂല. പറ്റില്ല. എത്ര പെട്ടെന്ന് നെക്ടർ ജൂനിയർ കുട്ടികളുടെ ഫേവറേറ്റ് ആയി മാറിയത്. കൊതിപ്പിക്കുന്ന മണം, സ്കാൽപ്പിലെ സുഖം, സിൽക്ക് പോലുള്ള മുടി, പിന്നെ കുട്ടികൾ നിർബന്ധിക്കാതിരിക്കോ? അമൃത്വേണി നെക്ടാർ ജൂനിയർ ഹെയർ ക്ലെൻസർ, ഞങ്ങളുടെ ഫേവറേറ്റ് ഹെയർ ക്ലെൻസർ. I said 23, going on a spree. You just set me free. VIP, walking easily, but so casually. No PG, like a metal leaf, that's a guarantee.